ഇന്നത്തെ വീഡിയോ ഒരു ചോദ്യത്തിലൂടെ തുടങ്ങാം. മറ്റൊന്നുമല്ല, നിങ്ങൾ എത്ര പേർ അവനവന്റെ ഇഷ്ടങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് സമയം മാറ്റിവെക്കാറുണ്ട്? അവിടെ കുട്ടികൾക്കോ ഭർത്താവിനോ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ വേറെയുള്ളവർക്കോ ഒരു പ്രിഫറൻസും കൊടുക്കാതെ നമ്മുടെ ആഗ്രഹം എന്താണെങ്കിലും അത് നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെങ്കിലും നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ദിവസങ്ങളിൽ നിങ്ങൾ മാറ്റിവെക്കാറുണ്ടോ? മറ്റൊന്നുമല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ എന്തായാലും അത് നമ്മൾ തന്നെയാണ് നിറവേറ്റാൻ ശ്രമിക്കേണ്ടത്. അതിന് മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കരുത്. സോ പലരും ഉണ്ട്, ഡാൻസ് കളിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും, പാട്ട് പാടാൻ താല്പര്യമുണ്ട്, പാട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും. ഇവർക്കൊന്നും എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ: സമയമില്ല. അച്ഛനെ നോക്കണം, അമ്മയെ നോക്കണം, ഭർത്താവിന്റെ കാര്യങ്ങൾ ചെയ്യണം, മക്കളെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് വേറെ വേറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പുരുഷന്മാരാണെങ്കിലും അതെ, അവർക്കും ഉണ്ട് ഫാമിലി പ്രാരാബ്ധങ്ങളുണ്ട്, അല്ലെ, മക്കളുടെ ഫീസ് അടക്കണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. സോ അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ ഈ ഒരു പാട്ട് പഠിക്കാനുള്ള ആഗ്രഹത്തിനും കൂടെ പൈസ ഇറക്കാൻ എന്റെ കയ്യിലില്ല. സോ ഇത്തരത്തിലാണ് നമ്മളുടെ പല കാര്യങ്ങളും പോകുന്നത്. വി ആർ നോട്ട് ഗിവിംഗ് പ്രിഫറൻസ് ടു അവർ സെൽസ്. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല, നമ്മൾ പലരും എന്നുള്ളതാണ്. സോ ഈ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ സമയത്തിനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ ഒറ്റയ്ക്ക് കാണാനാണ് നിങ്ങൾ താല്പര്യമെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ആസ്വാദനം കിട്ടുന്നതെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം. അവിടെ നിങ്ങൾ മറ്റുള്ളവരെ നോക്കരുത്. കാരണം മീ ടൈം എന്ന് പറയുന്നത് ഓൾവേസ് ഇമ്പോർട്ടന്റ് ആണ്. അത് ചിലപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നതിലൂടെയാണ്. ഒറ്റയ്ക്ക് ഒരു ഗ്ലാസ് ചായ വീട്ടിൽ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാലായിരിക്കും ചിലർക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അല്ലെങ്കിൽ പുറത്തു പോയി ഒറ്റയ്ക്ക് പോയിട്ട് ഒരു ബിരിയാണി കഴിക്കുമ്പോഴാണെങ്കിൽ അതിനും നമ്മൾ സമയം കണ്ടെത്താൻ ശ്രമിക്കണം. അതായത് പറഞ്ഞു വരുന്നത്രേ ഉള്ളൂ, ഫാമിലി ഇമ്പോർട്ടന്റ് ആണ്, ഫ്രണ്ട്സ് ഇമ്പോർട്ടന്റ് ആണ്, റിലേറ്റീവ്സ് എല്ലാവരും നമുക്ക് ഇമ്പോർട്ടൻസ് ആണ്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ നമുക്ക് തന്നെ ഇമ്പോർട്ടൻസ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, നമ്മുടെ ഇഷ്ടങ്ങളെ പരിഗണിക്കാൻ നമുക്ക് മാത്രമാണ് കഴിയുള്ളൂ, അല്ലെങ്കിൽ നമ്മളാണ് മുൻകൈ എടുക്കേണ്ടത്. പലരും ഇത്തരം ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെ സെൽഫിഷ്നെസ് ആയിട്ടാണ് കാണുന്നത്. ഒരിക്കലും അതൊരു സെൽഫിഷ്നെസ് അല്ല. കാരണം നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മാത്രമാണ് നമ്മുടെ കൂടെയുള്ളവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നില്ലെങ്കിൽ, നമ്മൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, കൂടെയുള്ള നമ്മുടെ മക്കളെയോ അല്ലെങ്കിൽ ഭർത്താവിന്റെയോ ഭാര്യയുടെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മുതിരുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അപ്പോ മീ ടൈം എന്ന് പറയുന്നത് വലിയൊരു എക്സ്പെൻസീവ് ആവണമെന്നൊന്നുമില്ല. അതായത് എനിക്ക് ഒറ്റയ്ക്ക് വേൾഡ് മൊത്തം കറങ്ങണം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ടൂർ പോകണം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം. ഇതൊന്നും അല്ല മീ ടൈം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ബുക്സ് കുറച്ചു നേരം വായിച്ചിട്ടിരിക്കാം, ഇനി അതല്ലെങ്കിൽ കുറച്ച് പാട്ടുകൾ കേട്ടിട്ടിരിക്കാം, ഇഷ്ടമുള്ള മൂവി കണ്ടുകൊണ്ടിരിക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സോ അത്തരം മീ ടൈം കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് റിലാക്സ് ചെയ്യാനും നമുക്ക് തന്നെ ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളും ഒഴിവാക്കാനും നമുക്ക് നമ്മളുടെ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആഗ്രഹങ്ങളെ സഫലീകരിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക: മീ ടൈം ഈസ് നോട്ട് അറ്റ് ആൾ എ സെൽഫിഷ്നെസ്. അതൊരിക്കലും സെൽഫിഷ് ആയിട്ടുള്ള കാര്യമല്ല. നമ്മളെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കുന്ന കുറച്ച് ടൈം മാത്രമാണ്. ആൻഡ് അത് നമുക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഓരോ ദിവസത്തിലും ഒരു ചെറിയ സമയം മീ ടൈം ആയിട്ട് മാറ്റി നിൽക്കുക. താങ്ക് യു.